ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? ഷൈൻ ഈ സ്ത്രീ വിവേചനം നേരിടുന്ന സ്ത്രീകൾക്കും അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ? നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ്. കൊള്ളാം, എവനാള് കൊള്ളാം. സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ വിവേചനത്തോടെയാണ് എൻ്റെ അടുത്ത് പറയുന്നല്ലേ? കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. സിനിമാ മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയാനുണ്ടാവും. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നുണ്ട്. വ്യത്യാസത്തെ കുറിച്ചല്ല, പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താങ്കൾ അവർക്കൊപ്പമാണോ? ഞാൻ എല്ലാവരുടെ ഒപ്പമാണ്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനാണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കും? സ്വാഭാവികമായും സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോ അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. 100% ഞാൻ യോജിക്കുന്നു. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. ഇവൻ പൊട്ടനാണ് മുതലാളി. ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? സിഗരറ്റും ഡ്രിങ്ക്സും, പോസ്റ്റ് ഡ്രഗ്സ്. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. വളരെ സിമ്പിൾ. മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും. മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരം ജയിലിൽ പോയി എന്തിനാണെന്ന് അറിയില്ല. വാടവന്നി ഒറ്റക്കൊറ്റക്കടിക്കാടാ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ.